എക്സാം ആയതുകൊണ്ട് രാവിലെ തന്നെ പഠിത്തമൊക്കെ തുടങ്ങി കേട്ടോ. ഒരുവിധം നേരമായപ്പോഴേക്കും ഞാൻ കുളിച്ച് എന്തായാലും പോന്നു. ഇനി അധികം ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സാമിന് വൈകും കേട്ടോ. ഞങ്ങൾക്ക് 9:30 എക്സാം തുടങ്ങും. ഞാനൊരു 7 മണി കഴിയുമ്പോഴേക്കും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും കേട്ടോ. നമ്മൾ പോയി അവിടെ ചെന്ന് കൊടുങ്ങല്ലൂരിൽ നിന്ന് ബസ്സൊക്കെ കയറി, ബസ്സുകാർ കയറ്റിയാൽ കയറി, അങ്ങനെ തന്നെ പറയണം കേട്ടോ. ചിലർ കയറ്റില്ല, 5 പേരിൽ കൂടുതൽ സ്റ്റുഡൻസിനൊന്നും ലിമിറ്റഡിൽ കയറ്റാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കയറ്റും, ചിലവർ കയറ്റില്ല. അങ്ങനെ ഒരു വിധം ചാടി ഓടി ഞങ്ങൾ കോളേജിലെത്തി കേട്ടോ. അപ്പം ഞങ്ങൾ സാധാരണ ചെല്ലുമ്പോൾ ഇത്തിരി നേരത്തെയാണല്ലോ ഇപ്പോൾ ചെല്ലുന്നത്, അധികം ആരും വന്നിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ തന്നെ രാവിലെ പോകുന്നതുകൊണ്ട് തന്നെ ഞാനൊന്നും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് അനഘനെ കണ്ടു കേട്ടോ. അനഘ ആ കറക്റ്റ് സമയത്തിന് തന്നെയാണ് വന്നത്. അപ്പോൾ ഞാനും അനഘയും കൂടി ഇന്ന് ക്യാൻറ്റീനിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അവളെന്തായാലും കാര്യമായിട്ട് കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ എക്സാമൊക്കെ അല്ലേ, വയറൊക്കെ നിറച്ച് എന്തെങ്കിലും കാര്യമായിട്ട് കഴിച്ചാൽ അവിടെ പോയി കിടന്ന് ഉറങ്ങേണ്ടി വരും. അപ്പോൾ അത് കാരണം ഞാൻ പോയിട്ട് എന്തെങ്കിലും ബജികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ വന്നിട്ടേ ഉള്ളൂ കേട്ടോ ബജികളൊക്കെ. അപ്പോൾ ഞാനൊരു സമൂസയൊക്കെ എടുത്ത് കഴിക്കാമെന്ന് വെച്ചു. സമൂസ വാങ്ങിയിട്ടോ. നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ സോസും അങ്ങനെ ഒന്നും കൂട്ടിയല്ല കേട്ടോ കഴിച്ചു, സിമ്പിളായിട്ട് കഴിച്ചു. അനഘ അപ്പവും മുട്ടക്കറി അങ്ങനെ എന്തോ ഉണ്ടോ അവളന്ന് കഴിച്ചത്. അപ്പോൾ അവിടെ കാശൊക്കെ കൊടുക്കാൻ പോയി. പിന്നെ അവിടെ ഇരിക്കുന്ന കുറേ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കിയിട്ടോ. അവിടെ പൈനാപ്പിൾ ഉപ്പിലിട്ടതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കുറേ നേരം നോക്കിയിരുന്നു. അതിന് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ എക്സാമിന് വേണ്ടിയിട്ട് പോകാൻ നിന്നു കേട്ടോ. അപ്പോഴാണ് അനഘ പറഞ്ഞ കട്ടൻ ചായ വന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അനഘ കട്ടൻ ചായയൊക്കെ ആയിട്ട് യുദ്ധത്തിലായിരുന്നു. അതൊക്കെ കുടിച്ചതിന് ശേഷം ഞാനും അനഘയും കൂടെ കുറച്ച് നേരം പഠിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ ഗ്രൗണ്ടിലൊക്കെ അവിടെ ഇരുന്നു കേട്ടോ. അവിടെ ഇരുന്ന് ഭയങ്കര പ്രിപ്പറേഷനായിരുന്നു. എൻ്റെ തൊട്ട് പിന്നിലാണ് കേട്ടോ അനഘ. അങ്ങനെ പ്രിപ്പയർ ചെയ്തതിൻ്റെ എന്താണെന്നൊന്നും അറിയില്ല. ഞാനൊരു അറ്റത്തും അനഘ ഒരു ലോകത്തും ആയിരുന്നു കേട്ടോ. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞതിന് ശേഷം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ കോളേജിൽ നിന്ന് പോന്നു കേട്ടോ. ഇവരൊക്കെ ഇറങ്ങുന്നതിന് മുമ്പേ ഞാൻ പോന്നു. എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് സ്ഥലത്തൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒറ്റക്കാണ് ഇന്ന് പോയത്. അവിടെ നിന്ന് ആദ്യമായിട്ടും ഫസ്റ്റ് എക്സാം കഴിഞ്ഞ് ബസ്സിൽ കയറിയത് ഞാനാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ നേരെ വീട്ടിൽ വന്നു. അതിനുശേഷം പിന്നെയും ഞാൻ ഒന്നും കൂടെ റെഡി ആയിട്ട് ഞങ്ങൾ 4 പേരും കൂടി ഇന്ന് കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോവാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്, കുറച്ച് സ്ഥലത്തൊക്കെ കയറാനുണ്ട്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ലൂയിക്കുട്ടൻ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അവൻ ഇന്ന് ചേട്ടനായിട്ട് ആദ്യമായിട്ട് നിന്നതാണ് ഞാനില്ലാണ്ട്. അങ്ങനെ കുറേ നേരം ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് ഓരോരോ സ്ഥലത്ത് പോയി. പിന്നെ കുറച്ച് ജ്യൂസൊക്കെ കുടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അമ്മ അവിൽ മിൽക്ക് എന്തോന്ന് കുടിച്ചത്, ഞാനൊരു ബൂസ്റ്റും ചേട്ടൻ അതേപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ എന്തോ ഒക്കെ ആയിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ അവിടുത്തെ കുറച്ച് ഭംഗിയൊക്കെ ആസ്വദിച്ചു കേട്ടോ. അവിടെ വിത്തൊക്കെ ഇടുന്നുണ്ടായിരുന്നു. എന്തോ ട്രാക്ടർ കൊണ്ട് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ അതും ഇതൊക്കെ ആയിട്ട് കണ്ടു. ലൂയിക്കുട്ടൻ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിന്നു. അവൻ ഈ വണ്ടിയൊക്കെ പോകുന്നത് കേട്ടോ നോക്കി നിന്നിരുന്ന്. അതിനുശേഷം ഞങ്ങളുടെ അവിൽ മിൽക്കും അതും ഇതൊക്കെ ആയിട്ട് വന്നു കേട്ടോ. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അത്യാവശ്യം നമ്മൾ ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളം കുടിക്കാനുള്ള ഒരു ടെൻഡൻസി നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ഡ്രിങ്ക്സൊക്കെ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചു. ഞാൻ ജസ്റ്റ് ഒന്ന് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയും ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ ഇവിടെയൊക്കെ നിന്നു. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ട്രെയിനൊക്കെ കണ്ടു കേട്ടോ. ലൂയിക്കുട്ടിനെ ട്രെയിനൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ആ വഴി അങ്ങനെ പോയി.